ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് തന്നത്, ദൈവത്തിൻ്റെ തിരുവചനത്തിനകത്ത് ഇതുവരെയും നമ്മുടെ മുമ്പിൽ മറനീക്കി വെളിപ്പെടാൻ ശത്രു അനുവദിക്കാത്ത ചില മുത്തുകൾ കണ്ടെത്തുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ അനുഭവിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതും ഞാൻ തുടക്കത്തിൽ പ്രതിപാദിച്ചതുപോലെ മറ നീക്കി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുമാകുന്ന ഒരു ശക്തമേറിയ ഒരു സന്ദേശവും ആഴമേറിയ ഒരു പഠനവുമാണ് എന്നുള്ളത് ഞാൻ ഈ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര വർഷം നാം വായിച്ചു വിട്ടതാകുന്ന ഒരു തിരുവെഴുത്താണ് മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. എന്നാൽ ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുമ്പോൾ, ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ആഴമായി എന്നെ ചിന്തിപ്പിച്ചതുമാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. എന്താണ് ഈ സന്ദേശത്തിനകത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം മാത്രം, അതിൻ്റെ തുടക്കം മാത്രം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 27-ാമത്തെ വാക്യം മുഴുവനുമല്ല, അതിൻ്റെ തുടക്കം മാത്രം. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് പുതിയ ഉപദേശം! ഇത് കഫർനഹൂമിൽ യേശു തൻ്റെ പ്രവർത്തന സ്ഥലമായി തിരഞ്ഞെടുത്തതിന് ശേഷം തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി താൻ കഫർനഹൂം തിരഞ്ഞെടുക്കുന്നു. അവിടുത്തെ ഒരു പള്ളിയിൽ യേശു ഉപദേശിക്കുമ്പോൾ ആ പള്ളിക്കകത്ത് കൂടി വന്നിരുന്ന ജനത്തിൽ ഒരുവന്റെ മേൽ ഒരു അശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. അതിനെ യേശു ശാസിക്കുന്നു. ആ ശാസിക്കുമ്പോൾ ആ അശുദ്ധാത്മാവ് ആ മകനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ചില വ്യക്തികളുടെ വാക്കുകളാണ് വായിച്ചു കേട്ടത്. ഇത് എന്തൊരു ഉപദേശം! ഇതെന്ത് ഒരു പുതിയ ഉപദേശം! എന്നെ ചിന്തിപ്പിച്ച ഒരു വളരെ ആഴമേറിയ ഒരു വാക്കാണിത്. ഇതെന്ത്! വിശുദ്ധ ബൈബിൾ ഇവരുടെ ശാസ്ത്രിമാർ അനേക വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അവിടെയുള്ള ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. സുഹൃത്തെ, ശ്രദ്ധിച്ച് കേൾക്കണം. അവർക്ക് വിശുദ്ധ ബൈബിളിൽ, അവരുടെ തോറായിൽ അവരെ പുതുക്കുന്നതും നവീകരിക്കുന്നതും പണിയുന്നതും പുതുമ തോന്നിപ്പിക്കുന്നതും പ്രത്യാശ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതുമാകുന്ന വചസ്സുകളുണ്ട് എന്നുള്ള സത്യം ഈ ജനം അന്നയോളവും അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അവിടുത്തെ ജനങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാക്കിന്റെ അർത്ഥം? ഇതെന്ത്! മാന്യ സുഹൃത്തെ, അവർ തിരുവെഴുത്തിനെ കേട്ടാണ് ഇതെന്ത് എന്ന് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്ത് എന്ന് ചോദിക്കുന്നവരായിരിക്കാം, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവരായിരിക്കാം. പുതിയ ഒരു ഉപദേശം എന്ന് അവിടുത്തെ ജനം യേശുവിൻ്റെ മിനിസ്ട്രി കണ്ട് സ്വയം ചോദിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഇത് ഓരോ ദിവസവും ഒരു പുതിയ അനുഭവം എന്ന് പറയുന്നവരായിരിക്കാം. എന്നാൽ ബൈബിൾ മാത്രം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന അനുഭവത്തെക്കുറിച്ചാണ്
ഇവിടെ പ്രതിപാദിക്കുന്നത് ഓരോ ദിവസവും പുതിയ അനുഭവങ്ങൾ, പുതിയ വാഗ്ദത്തങ്ങൾ, പുതിയ ദൈവശബ്ദങ്ങൾ, പുതിയ ദൈവാനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന മനസ്സ് തകർന്ന പ്രിയപ്പെട്ട വ്യക്തിയെ, മനസ്സ് തകർന്ന പ്രിയപ്പെട്ട കുടുംബമേ, ഓരോ ദിവസവും പുതിയ ബലപ്പെടുത്തുന്ന ശക്തി, പുതിയ നിയോഗങ്ങൾ, പുതിയ ദർശനങ്ങൾ, പുതിയ വാഗ്ദത്തങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന, നമ്മുടെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവവിശ്വാസീയമായ തിരുവെഴുത്ത് തന്നെയാണ്. വർഷങ്ങൾ കൊണ്ട് ആ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ജനങ്ങൾ, വർഷങ്ങൾ കൊണ്ട് ശാസ്ത്രിമാരുടെ വായിൽ നിന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറത്തു വന്ന വിശുദ്ധ വചസ്സുകളെ കേട്ട് അവർ തന്നെ തമ്മിൽ പറയുകയാണ്, ഇതെന്ത് പുതിയൊരു ഉപദേശം, പുതിയൊരു ഉപദേശം. അവൻ അശുദ്ധാത്മാവിനോടും കൂടെ ശാസിക്കുന്നു, അത് വിട്ടും പോകുന്നുണ്ടല്ലോ. ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? തങ്ങളുടെ മേൽ അധികാരമുള്ളവനെ അവിടുത്തെ ജനം എപ്പോഴും അനുസരിച്ചിരുന്നു. മനുഷ്യർ ഈ ശക്തി അവകാശപ്പെടുകയും അത് പ്രവർത്തിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് അവർ ശക്തിഹീനരാണ് എന്നതിൻ്റെ തെളിവാണ്. ദൈവശക്തി വെളിപ്പെടുന്നതിന് അവിശ്വാസികളുടെ സാന്നിധ്യം തടസ്സമല്ലെന്നുള്ളതിന് ഈ വിഷയം ഒരു തെളിവാണ്. എതിർപ്പുകൾ ദൈവശക്തിക്ക് തടസ്സം വരുത്തുന്നു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യർ തങ്ങളുടെ ബലഹീനതയ്ക്ക് മുടന്ത ന്യായമാണ് പറയുന്നത്. നോക്കൂ, എൻ്റെ ചിന്ത പോലും മാറ്റിമറിച്ച ഒരു ദൈവവചനമാണ് സുഹൃത്തേ ഇത്. കാര്യം എന്താണെന്നറിയാവോ? ഞാനും ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, അവിശ്വാസികൾ ഒരിടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാലേ ഒരു വ്യക്തിയുടെ മേൽ ദൈവശക്തി വെളിപ്പെടുകയുള്ളൂ. എല്ലാവർക്കും ഒരേ വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന് ആ അശുദ്ധാത്മാവിനെ ശാസിക്കാൻ, ഞാൻ ഈ അശുദ്ധാത്മാവിനെ ശാസിക്കാനെന്ന് പറയുമ്പോൾ ഞാനിത് ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, നിങ്ങളുടെ ഓഫീസിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എല്ലാവരും അനുകൂലമായി നിൽക്കുന്നുണ്ടാകില്ല. എന്നാൽ ആരൊക്കെ പ്രതികൂലമായി നിൽക്കുന്നു എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഒരു വ്യക്തി യേശുവിനെ പോലെ ഉറപ്പുള്ള, വിശ്വാസമുള്ള, അധികാരമുള്ള ഒരു വ്യക്തിയായി എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ വിടുതൽ വെളിപ്പെടാൻ പ്രതികൂലമായി നിൽക്കുന്നത് തെറിക്കും, നിന്റെ വിശ്വാസം ഭംഗം വരികയുമില്ല. ഈ സഭയ്ക്കകത്ത് എല്ലാവരും ഹല്ലേലൂയ പാടി നിന്നവരല്ല. ഈ ചർച്ചിനകത്ത് എല്ലാവരും യേശു മസീക്ക് ജയ് പാടിയവരല്ല. അവർക്കറിയുക പോലുമില്ലായിരുന്നു യേശുവിന്റെ മേൽ ഇങ്ങനൊരു അധികാരമുണ്ടെന്ന്. അപ്പോ എല്ലാവരും കാഴ്ചക്കാരായി നിന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരില്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും അനുഭവം മറ്റൊന്നാകുകയില്ല. പ്രാർത്ഥിച്ചെന്ത് നേടും? ബൈബിൾ വചനം കേട്ട് എന്ത് നേടും? റഫറൻസ് എഴുതിയെടുത്ത് എന്ത് നേടും? പഠിച്ചെന്ത് നേടും? അധ്വാനിച്ചെന്ത് നേടും? ഉപവസിച്ചെന്ത് നേടും എന്ന് കാണാൻ വേണ്ടി കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നവരായിരിക്കാം ചുറ്റിനും. യേശുവിന്റെ കാര്യവും വ്യത്യസ്തമല്ല. എന്നാൽ അതിൻ്റെ നടുവിൽ യേശു കർത്താവിനെ നിയോഗിച്ചാക്കിയിരുന്നവനിൽ ഒരു ഭയങ്കര പ്രത്യാശ യേശുവിനുണ്ടായിരുന്നു. താങ്കളെ നിയോഗിച്ചാക്കിയിരിക്കുന്നത് പ്രതികൂലമായി നിൽക്കുന്ന ഒരു മനുഷ്യനല്ല, പ്രത്യുത ദൈവമാണെന്ന് താങ്കൾ ഉറയ്ക്കുന്നുവെങ്കിൽ
വിടുതലിന് തടസ്സം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥനാ വാചകങ്ങളാൽ തകർന്നു മാറിയിരിക്കും. നിങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്നൊരു വ്യക്തി കാണുകയില്ല. നിങ്ങൾക്കൊന്ന് ദൂത് പറഞ്ഞു തരാൻ, ആലോചന പറഞ്ഞു തരാൻ ഒരു കൂട്ടം കാണുകയില്ല. പക്ഷേ വിടർത്തിയ ബൈബിളും മലർത്തിയ കണ്ണുമായി നിൽക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഓ ദൈവം നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് തടസ്സമായതിനെ മറ്റുള്ളവർ ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് നീക്കാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ യേശു അശുദ്ധാത്മാവിനോട് ശാസിക്കുകയും അശുദ്ധാത്മാവ് ആ മനുഷ്യനെ വളരെ ഇഴച്ചതിന് ശേഷം വിട്ടുപോകുകയും ചെയ്ത കാഴ്ച കണ്ട ജനം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഇതെന്ത് പുതിയ ഒരു ഉപദേശം? അതായത് ആ ദിവസം വരെ അവരുടെ കൂട്ടത്തിലിരുന്ന ഈ ദുരാത്മാവിനെ അവരാരും നോട്ടീസ് ചെയ്യാതിരുന്നപ്പോൾ യേശു കർത്താവ് അതിനെ നോട്ടീസ് ചെയ്തു. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ ഇടയിൽ ഛിദ്രമുണ്ടാക്കുന്നതും നിങ്ങളെ നശിപ്പിക്കുന്നതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതും നിരാശയിലാഴ്ത്തുന്നതും മരണചിന്ത കൊണ്ടുവരുന്നതും മടുപ്പ് കൊണ്ടുവരുന്നതും അലസത കൊണ്ടുവരുന്നതും വഴക്കുണ്ടാക്കുന്നതും ആര് നോട്ടീസ് ചെയ്തില്ലെങ്കിലും അത് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി അങ്ങ് ലയിച്ച് മറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും സുഹൃത്തെ, അത് വ്യക്തമായി നോട്ടീസ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ കൂട്ടത്തിൽ ഈ ബാധ വേണ്ട എന്ന് ഉറപ്പിക്കുന്ന ദൈവം. ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്. ആ കൂട്ടത്തിൽ ഈ ബാധ വേണ്ട എന്നുറപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ വീട്ടിൽ ആ ബാധ വേണ്ടെന്നുറപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ കുടുംബത്തിൽ ആ ദുരാത്മ സ്വാധീനം വേണ്ടെന്നുറപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ ചർച്ചിൽ ഈ ദുരാത്മ സാന്നിധ്യം വേണ്ടെന്നുറപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ ഓഫീസിൽ ഈ ബാധ വേണ്ട എന്നുറപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ പ്രയർ ലൈഫിൽ ആ തടസ്സം വേണ്ടെന്നുറപ്പിക്കുന്ന ദൈവം ആരുടെയും പെർമിഷൻ ഇല്ലാതെ അതിനെ ശാസിക്കും. എത്ര പേർ തടസ്സമായിരുന്നെന്നറിയാമോ വിടുതൽ വെളിപ്പെടാൻ വേണ്ടി? എന്നാൽ എത്ര പേർ തടസ്സം നിന്നിട്ടും ആ മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ എൻ്റെ യേശു തീരുമാനിച്ചിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇതാര് വിശ്വസിക്കും? ഈ ദൂത് അവന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. തടസ്സങ്ങളില്ലാത്ത ആരും എന്നെ കേൾക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവം നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, വിടുതൽ വെളിപ്പെടാൻ തടസ്സമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ ചോദ്യം, അപ്പൊ പിന്നെ യേശുവിന് തടസ്സമില്ലായിരുന്നോ? ആരായിരുന്നു അനുകൂലം? തൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരായിരുന്നു അനുകൂലം? തൻ്റെ മിനിസ്ട്രിക്ക് ആരായിരുന്നു അനുകൂലം? ഉപദേശത്തിന് ആരായിരുന്നു അനുകൂലം? പക്ഷേ ശാസ്ത്രിമാരിലും അവരുടെ പ്രമാണിമാരിലും അവരുടെ ഉപദേശകന്മാരിലും കാണാത്ത വലിയൊരു അധികാരം യേശുവിൽ കണ്ടപ്പോൾ ആ ജനം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഇതെന്ത് ഒരു പുതിയ ഉപദേശം? ഒരു പുതിയ ഉപദേശം നിങ്ങൾ വിശ്വസിക്കുന്നോ? കണ്ടുനിന്ന ജനം മറ്റൊരുവന്റെ ജീവിതത്തിൽ വന്ന ഒരു വിടുതൽ കണ്ട് ഇത് പുതിയതാണ് എന്ന് അവർ പറഞ്ഞു എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്താൽ പഴമ നീങ്ങി പുതിയത് വെളിപ്പെടാൻ ഇനി എന്തൊക്കെ തടസ്സമുണ്ടെന്ന് പറയുന്നു അതൊക്കെ ഈ വചനശക്തിയാൽ നീങ്ങി ജീവിതം പുതുക്കപ്പെടാൻ പോകുകയാണെന്ന്? ഭാവി പുതുക്കപ്പെടാൻ പോകുകയാണെന്ന്, ലൈഫ് ചേഞ്ച് ആകാൻ പോവുകയാണെന്ന്. തടസ്സം എന്തോ ആയിക്കോട്ടെ, അതിവിടുത്തെ സബ്ജക്റ്റേ അല്ല. സ്തോത്രം. അതിവിടുത്തെ ഒരു സബ്ജക്റ്റേ അല്ല. ഇതെന്ത് ഒരു പുതിയ ഉപദേശം യേശുവിന്റെ നാമത്തിൽ.
കാരണം വേറൊന്നുമല്ല, അത് വന്നവന്റെ വായുടെ അധികാരമാണ്. ഇന്ന് യേശു നമ്മുടെ ജീവിതത്തെ നോക്കിയും ഒന്ന് കൽപ്പിച്ചാൽ ഇടിഞ്ഞത് പണിയപ്പെടും, പൊട്ടിയത് ഒടിഞ്ഞത് ചേർക്കപ്പെടും. താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവിടുന്ന് പിന്നെ നേരെ ശീമോന്റെ വീട്ടിലേക്ക് യേശു വന്ന്, ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുമായിരുന്നു. 30-ാമത്തെ വാക്യം, അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. 31-ാമത്തെ വാക്യം, അധ്യായം 31-ാമത്തെ വാക്യം, അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, പനി അവളെ വിട്ടുമാറി. ശീമോന്റെ വീട്ടിൽ യേശു വന്ന സമയം, യേശു വീട്ടിൽ കയറുന്നവരെ ഈ പ്രശ്നം ഈ അമ്മായിയമ്മയ്ക്കുണ്ടായിരുന്നു. പനി പിടിച്ച് കിടക്കുമായിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. വാക്യം കേൾക്കണം. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. എൻ്റെ ചോദ്യം, വേറെ ആരോടും പറഞ്ഞില്ലായിരുന്നോന്നാ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചിന്ത, പറഞ്ഞെങ്കിൽ അവരാരും വീട്ടിൽ വന്നില്ലേ എന്നുള്ളതാ. മൂന്നാമത്തെ ചോദ്യം, വന്നവർ അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ എന്നുള്ളതാ. സ്തോത്രം. ഈ 3 ചോദ്യം എൻ്റെ ചോദ്യമാണേ. വേറെ ആരോടും പറഞ്ഞില്ലേ? പറഞ്ഞുവെങ്കിൽ അവർ വീട്ടിൽ വന്നില്ലേ? വന്നെങ്കിൽ അവർ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ? പലരും കേൾക്കാൻ തയ്യാറാകും, പക്ഷേ വരാൻ തയ്യാറാകത്തില്ല. വന്നാലും നമ്മളെ എഴുന്നേൽപ്പിക്കത്തക്ക തരത്തിൽ ഒന്ന് താങ്ങാൻ തയ്യാറാകത്തില്ല. അവരൊരുപക്ഷെ കേൾക്കും, അയ്യോ ഭാവം കൂറും, പ്രാർത്ഥിക്കാന്ന് പറയും, അങ്ങ് പോയേക്കും. എന്നാൽ വരാൻ തയ്യാറാകത്തില്ല, അല്ലെങ്കിൽ താങ്ങാൻ തയ്യാറാകത്തില്ല. എന്നാൽ ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച വ്യക്തി വേറെയാ. ജീസസ്. ഞാൻ ഈ പറയുന്ന വളരെ ആഴമേറിയ ദൂത. സുഹൃത്തെ, അല്ല, ഞാനൊന്ന് ഇങ്ങനെ പറയട്ടെ. നമ്മുടെ ഉള്ളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന വിഷയങ്ങളെയൊക്കെ കോർത്തിണക്കി പറയുമ്പോൾ ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്ന ആരാ നമ്മുടെ നാഥനേക്കാൾ ഏറെ ഉള്ളത്? നാഥനേക്കാൾ വലുതായി ക്ഷമയോടെ കേൾക്കാൻ, ഇനി കേട്ടാലൊന്ന് വരാൻ, വന്നാലൊന്ന് താങ്ങാൻ, ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയാവുന്ന ആരാ ഉള്ളത്? നാഥനേക്കാൾ വലുതായി. അതുകൊണ്ട് ശീമോൻ ഉൾപ്പെടെ ഉള്ളവർ അമ്മായിയമ്മയെക്കുറിച്ച് അവനോട് പറഞ്ഞ്, കണ്ട കാഴ്ച വെച്ചും കൊണ്ട സാക്ഷ്യം വെച്ചും അവനോട് പറയുന്നതാ നല്ലതെന്ന് അവരും കരുതി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഈ ദൂത് താങ്കളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ആഴത്തിൽ ഈ ദൂത് കൊള്ളുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും വലിയ വലിയ ബോധ്യങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ നല്ലത് അവനാ. പറഞ്ഞാൽ 2 ഗുണം. ഒന്ന്, സംഭവ സ്ഥലത്ത് അവൻ സന്ദർശിക്കും. സ്തോത്രം. 2, വീണ് കിടക്കുന്നിടത്ത് എഴുന്നേൽപ്പിക്കും. ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് കുരുങ്ങിയും കുഴങ്ങിയും കിടക്കുന്ന ചിലരുടെ ചെവികളിലേക്ക് ഈ ദൂത് ആഴത്തിൽ വന്ന് പതിക്കുകയും അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യമിടുകയും ചെയ്യുന്നു. സംഭവം നീ അവനോട് പറയാൻ തയ്യാറാണെങ്കിൽ അവൻ സംഭവ സ്ഥലം സന്ദർശിക്കും. 2, അവൻ പിടിച്ച് എഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. അടുത്തത് ഇതാ പറയുന്നത്, പനി അവളെ വിട്ട് മാറി.
മാറേണ്ടിയിരുന്ന സാധന ഇത്രയും നേരം പിടിച്ച് കിടത്തിയത്. ഇത്രയും നേരം അല്ല, ഇത്രയും ദിവസം പിടിച്ച് കിടത്തിയത്. മാറേണ്ട സാധനം മാറാതിരുന്നു, പക്ഷെ തൊടേണ്ടവൻ തൊട്ടപ്പം മാറേണ്ടത് മാറി. ഇത് വിശ്വസിച്ച് ഇന്ന് ഇത് രോഗബാധിതർക്കും ശാപബാധിതർക്കും ഭാരബാധിതർക്കും ഒക്കെ ഉള്ള ഒരേ ഒരു സന്ദേശവും ഒരേ ഒരു ദൂതുമാണ്. മാറേണ്ട സാധനം മാറാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, തൊടേണ്ടവൻ വരേണ്ടവൻ വന്നാൽ, പിടിക്കേണ്ടവൻ പിടിച്ചാൽ, എഴുന്നേൽപ്പിക്കേണ്ടവൻ താങ്ങിയാൽ, നിന്റെ വിടുതലിന്റെ തടസ്സം എന്തു തന്നെയാണെങ്കിലും അത് നീങ്ങുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണും, ശരീരത്തിൽ നീ അറിയും. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറയുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഇങ്ങനൊരു ദൂത നീ കേൾക്കുന്നത്. ഇതെന്ത് പുതിയ ഒരു ഉപദേശം! അതെ, ഈ പുതിയ ഒരു ദിവസം, ഈ പുതിയ ഒരു ദൂത്, ഈ പുതിയ ഒരു ശക്തിയോടെ നീ സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ അനുഭവമായി നിനക്ക് മാറാൻ പോകുകയാണ്. ഒരു പുതിയ അനുഭവമായി മാറാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. നല്ല കർത്താവേ, ഈ ജനത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ മാറേണ്ടത് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സംഭവിക്കേണ്ടത് ഇപ്പൊ സംഭവിക്കട്ടെ. വലിയൊരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആ ജനം പറഞ്ഞതുപോലെ ഇതെന്ത് പുതിയൊരു ഉപദേശം! ഇതൊരു പുതിയ അനുഭവമായി ഞങ്ങൾക്ക് ഈ പുതിയ ദിവസം അവിടുന്ന് മാറ്റിത്തരണമേ. വലിയ വിടുതലുകൾ നൽകിയാട്ട് ഈ ജനത്തിന്റെ ജീവിതത്തിൽ ഈ ദൂതിനാൽ ഇവരുടെ ലൈഫ് വിട്ട് മാറേണ്ടത് മാറി, ഇവരുടെ ജീവിതത്തിന് വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് നീങ്ങി. ഈ കുടുംബം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ വ്യക്തികളും ദൈവത്തിന് വേണ്ടി വേർതിരിയട്ടെ. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, മറക്കരുത്, അറിയാലോ, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ നമ്മുടെ ഈ ചാനലിൽ ദൈവവചന സന്ദേശമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ അമർത്തിയേക്കുക. മറ്റുള്ളവർക്ക് കൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാണാൻ നിങ്ങൾ പറയുക. പ്രാർത്ഥനാ സഹായങ്ങൾക്ക് നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പ് മുഖാന്തരമോ അല്ലാതെയോ നിങ്ങൾ വിളിക്കുക, മെസ്സേജ് ഇടുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വോയിസ് മെസ്സേജായിട്ട് വാട്സാപ്പ് ഇടുക. ഇതൊക്കെ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വളരെ സഹായകരമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒപ്പം ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ് വഴിയോ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളുടെ ഈ മിനിസ്ട്രിക്ക് ചെയ്തു തരാവുന്നതുമാണ്. ദൈവം നിങ്ങൾക്കൊന്നിനും കുറവ് വരുത്തത്തില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.